ദൈവമായ കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുത്ത് ദൈവമേ, ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാര്, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് അടിപ്പെട്ടു പോയവര്, അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങൾക്ക് അടിപ്പെട്ട് അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കള്, എല്ലാവരുടെയും നിയോഗത്തെ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായത്തിൽ 22-23 വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിന്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. നിന്റെ പിതാവിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് അരികെ ആഴത്തിൽ നിൽക്കുന്ന ഫലസമൃദ്ധമായിട്ട് വളരുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ ആയിത്തീരുവാന്, നമ്മുടെ മക്കള് വരും തലമുറകൾക്ക് അനുഗ്രഹമായിട്ട്, ദേശത്തിന്, കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറുവാന് കർത്താവ് അബ്രാഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ കർത്താവ് തുണയായിട്ട് ഓരോ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 സാമുവേൽ പ്രവാചന പുസ്തകത്തിലെ 3 അധ്യായത്തിലെ 19 തിരുവചനം. സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോട് കൂടി ഉണ്ടായിരുന്നു. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തുകയില്ല. വിശ്വസിക്കാം മക്കളെ, നമ്മുടെ മക്കള് വളർന്നു വരുന്ന ഓരോ സാഹചര്യത്തില് കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ജീവിത യാത്രയില് ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള കരം അവരുടെ കൂടെ ഉണ്ടാകണം. അവരുടെ വാക്കും പ്രവർത്തനവും ഒരു തരത്തിലും വ്യർത്ഥമാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ, സംരക്ഷണം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും നൊമ്പരങ്ങളും പ്രയാസങ്ങള് ദൈവമായ കർത്താവേ, വചനത്തിന്റെ കോട്ടകെട്ട് യേശുനാമത്തിന്റെ ശക്തിയാല് അങ്ങയുടെ മക്കളെ കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വിശ്വജ്ഞാനത്തിലും പ്രായത്തിനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും മക്കള് കുടുംബത്തിന്, ദേശത്തിന്, സഭയ്ക്ക്, സമൂഹത്തിന് അനുഗ്രഹമാകുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ തലമുറയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.